നെല്ല് വറുത്തിടിച്ച തവിട്, പച്ചമാംസം, ചുട്ടമാംസം, വേവിച്ച മാംസം, കള്ള്, വെളിച്ചപ്പാട് കൊടുങ്ങില്ല. ഇനിയിപ്പോ ആര് തന്നെ വെളിച്ചപ്പാട് നമുക്ക് സമ്മതിക്കാൻ പറ്റും. ഇവിടെ അമ്മ ഇരിക്കുന്നത് ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞ് വന്ന ആ ഗോപത്തിലാണ് അമ്മ ഇരിക്കുന്നത്, ഉഗ്രഗോപത്തിലാണ്. മൃഗബലി ആരെങ്കിലും നേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ദേവസ്ഥാനം എന്ന് പറയുന്നത് പുലക്കാവില് തന്നെ അമ്മേശ്വരണം ദേവീശ്വരണം. അപ്പോ കൊടുങ്ങല്ലൂർ കാവില് കോഴിക്കല്ലൊക്കെ മൂടി. ഇനി കൊടുങ്ങല്ലൂർ കാവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് എന്ന് പറയുന്നത്, എൻ്റെ അടുത്തിരിക്കുന്ന ആളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, അതായത് ഏത് ദേവസ്ഥാനത്തെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. അതായത് ഇനി ഉത്രട്ടാതി നാള് എന്ന് പറയുന്നത് ദേശഗുരുതി നടക്കുന്ന സമയമാണ്. അതായത് കൊടുങ്ങല്ലൂർ ഭരണിയുമായിട്ട് ബന്ധപ്പെട്ട് ദേശഗുരുതി നടക്കുന്ന ആ ഒരു ദേവസ്ഥാനം എന്ന് പറയുന്നത് പുലക്കാവ് അല്ലെങ്കിൽ പുലപ്പാടം, അതുമല്ലെങ്കിൽ കീഴ്ക്കാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ദേവസ്ഥാനത്താണ് ഞാൻ ഇരിക്കുന്നത്. അവിടുത്തെ ആചാര്യനാണ് രഘുചേട്ടൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ദേശഗുരുതി എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും അതിനുശേഷം ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചടങ്ങുകളുമുണ്ട്. അതായത് വള്ളോൻ എന്നുകൂടി ഒരു സ്ഥാനപ്പേര് ഇദ്ദേഹത്തിനുണ്ട്. അതായത് ആ പാരമ്പര്യമായിട്ട് നിലനിർത്തിപ്പോരുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുന്ന വള്ളോൻ എന്ന് പറയുന്ന ഒരു സ്ഥാനമാണ്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം അദ്ദേഹം തന്നെ ആധികാരികമായിട്ട് പറയും. ഇന്നത്തെ വീഡിയോയിൽ ഞാനല്ല സംസാരിക്കേണ്ടത്, രഘുചേട്ടൻ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഉത്രട്ടാതി എന്ന് പറയുന്ന ആ ഒരു നാളില്, അതായത് മീനമാസത്തിലത്തെ ഉത്രട്ടാതി നാളില് ദേശഗുരുതി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ക്ഷേത്രം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ കാവ് അങ്ങോട്ട് മാറി പടിഞ്ഞാറ് ഭാഗത്ത് മാറിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ദേവസ്ഥാനത്ത് വെച്ചാണ് ആ ദേശഗുരുതി എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പോ എന്താണ് ആ ദേശഗുരുതി എന്ന് അറിയപ്പെടുന്നതിന്റെ കാരണം, അതുപോലെ തന്നെ അവിടെ എന്താണ് പ്രത്യേകത ആ ഒരു ഗുരുതിക്ക് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞ് അമ്മ ആദ്യം വന്നത് ഞങ്ങളുടെ പൂർവികന്റെ അടുത്താണ്. അന്ന് പൂർവികർ കൊടുത്തിരുന്ന ബലിയും കർമ്മങ്ങളാണ് ഇന്നും നമ്മൾ ചെയ്തു പോരുന്നത്. ആ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാന ചേരരാജാവിന്റെ കൽപ്പന അനുസരിച്ച് മീനമാസത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ് ദേശഗുരുതി. കൊടുങ്ങല്ലൂർ ദേശത്തിന്റെ സമസ്ത ദുരിതാദികളെയും ദേശത്തിൽ നിൽക്കുന്ന അനർത്ഥങ്ങളെയും ആപത്തുകളെയും ആവാഹിച്ച് ദേശത്തിന് ഉയർച്ചയും ഉന്നതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ദേശഗുരുതി നടക്കുന്നത്. പ്രധാനമായിട്ട് വെച്ചാൽ ബലിയാണ് നമ്മുടെ ഗുരുതി. മൃഗബലി എന്ന് പറയുന്നത് അതായത് കൗളാചാര പ്രകാരമുള്ള ശുദ്ധമായ ഒരു ഗുരുതി തന്നെ. അതായത് ഭദ്രകാളിക്ക് വേണ്ടത് എന്താണോ അത് പ്രധാനം എന്ന് വെച്ചാൽ ഞങ്ങൾ പൂർവികരിൽ നിന്നും പഠിച്ചതായിട്ടുള്ള ഗവള മന്ത്രോച്ചാരണങ്ങളാണ് നമുക്ക് ചെയ്യുന്നത്. ഗവളാചാര കർമ്മങ്ങളാണ് ബലി നടക്കുന്നത്. അപ്പൊ അന്ന് എന്തൊക്കെ ബലിമൃഗങ്ങളാണ് ഇവിടെ? ആട്, കോഴി. പിന്നെ ഈ വീട് വെക്കുക എന്ന് പറയുന്നത് നമ്മള് നെല്ല് വറുത്തിടിച്ച തവിട്, പച്ചമാംസം, ചുട്ടമാംസം, വേവിച്ച മാംസം, കള്ള്, കരിക്ക്, വാറ്റ്, മദ്യം, വിദേശ മദ്യം, ഇതാണ് അമ്മയ്ക്ക് നീതിക്ക്. അപ്പോ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഈ ഭക്തർക്കും കോഴികളെ സമർപ്പിക്കാനുള്ളൊരു ആയിരക്കണക്കിന് കോഴി വഴിപാട് വരും. അതേമാതിരി തന്നെ ആട് വഴിപാട് വരും. ഇതെല്ലാം അമ്മയ്ക്ക് വെട്ടി നമ്മൾ ബലി കൊടുക്കുകയാണ്. ഇവിടെ അമ്മ ഇരിക്കുന്നത് ദാരിദ്ര്യ നിഗ്രഹം കഴിഞ്ഞ് വന്ന ആ ഗോപത്തിലാണ് അമ്മ ഇരിക്കുന്നത്, ഉഗ്രഗോപത്തിലാണ് അമ്മ ഇരിക്കുന്നത്. അന്ന് കാലത്ത് ഞങ്ങളുടെ പൂർവികന്റെ അടുത്ത് 14 ദിവസത്തിൽ 14-ാം ദിവസം കൊടുത്ത ചേരരാജാവിനെ മുഖം കാണിക്കുകയും രാജകൽപ്പന അനുസരിച്ചാണ് അമ്മനെ അങ്ങോട്ട് ഇരുത്തിയിട്ടുള്ളത്. എഴുത്തുകുത്തുകൾ ഇത് കീഴ്ക്കാവ്, അത് മേൽക്കാവ് എന്നാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ട് പുലക്കാവ് എന്ന് പേര്. ചടങ്ങുകളൊക്കെ ഇവിടെയാണ് ആദ്യം നടക്കും. ഇപ്പൊ കുംഭത്തിൽ ഈ നമ്മൾ കുടികയറും. രാത്രി 2 മണിക്ക് നമ്മൾ ബലി കൊടുത്ത് കുടികയറും. കാലത്ത് 8 മണിക്ക് അവിടെ കുടികയറുള്ളൂ. ഇപ്പൊ കോഴിക്കല്ല് മൂടുന്നതിനകത്ത് നമ്മൾ ഗുരുതിപ്പന്തൽ ഒരുക്കങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകിയൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതിനുശേഷം കോഴിക്കല്ല് മൂടൽ ഉണ്ടാവുള്ളൂ. കൊടിയേറിയ പിന്നെ അവിടെ ഗുരുതി ഇല്ല. പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഗുരുതി നടക്കും. ഇപ്പൊ കാവ് തീണ്ടി നടടച്ചു കഴിഞ്ഞാൽ പിന്നെ 7 ദിവസത്തെ കർമ്മങ്ങൾ ഇവിടെയുണ്ട്. 7-ന്റെ അന്ന് പണ്ട് കാലത്ത് വെളിച്ചപ്പാടുള്ള സമയത്ത് വെളിച്ചപ്പാടും വില്യതമ്പുരാനും മേൽശാന്തി അടക്കം പുലക്കാവിലേക്ക് വരികയായിരുന്നു. വെളിച്ചപ്പാട് നീങ്ങിയതിനു ശേഷം ആ ചടങ്ങ് നിന്നു. എന്നാലും നമ്മളത് ഇവിടെ ആ നേരത്തെ ഞാൻ ഇതിനു മുമ്പ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കൊടുങ്ങല്ലൂർ കാവിൽ വെളിച്ചപ്പാടില്ല എന്നുള്ളത്. അപ്പൊ രഘുചേട്ടനും അത് തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതായത് വെളിച്ചപ്പാട് ഇല്ലാണ്ടായതിനു ശേഷം അവിടുന്ന് തമ്പുരാനും പരിവാരങ്ങളും ഇവിടേക്ക് വരുന്നത് ഇല്ലാതായി, ആ ഒരു ചടങ്ങ് ഇല്ലാതായി എന്നാണ് പറയുന്നത്. അപ്പൊ വെളിച്ചപ്പാട് കൊടുങ്ങല്ലൂരില്ല. വെളിച്ചപ്പാട് കൊടുങ്ങല്ലൂരില്ല. ഇനിയിപ്പോ ആര് തന്നെ വെളിച്ചപ്പാട് നമുക്ക് സമ്മതിക്കാൻ പറ്റും. ഇപ്പൊ വരുന്നത് ദേശകോമരങ്ങളല്ലേ, ക്ഷേത്രത്തിനായിട്ട് വെളിച്ചപ്പാടില്ല. അപ്പോ ഈ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ദേശഗുരുതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് അല്ലെങ്കിൽ ഭദ്രകാളിക്ക്, സാക്ഷാൽ ആദിപരാശക്തിയായിട്ടുള്ള ഭദ്രകാളിക്ക് വേണ്ടത് ചോര കൊടുത്തുള്ള അല്ലെങ്കിൽ മൃഗങ്ങളെ ബലി കൊടുത്തുകൊണ്ടുള്ള ആ ഒരു ഗുരുതിയാണ്. അതിപ്പോ ക്ഷേത്രങ്ങളില്
നിയമം മൂലം സർക്കാർ തന്നെ നിരോധിച്ച ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും നമുക്ക് കൊടുങ്ങല്ലൂരും ആ ഗുരുതി നടത്താൻ പറ്റില്ല. അപ്പോൾ പണ്ടുകാലത്ത് നടന്നിരുന്ന, അതായത് കൊടുങ്ങല്ലൂരമ്മയ്ക്ക് വേണ്ടിയുള്ള ആചാരപ്രകാരമുള്ള ഗുരുതി നടന്നിരുന്ന ഒരു സ്ഥലം തന്നെ കീഴ്ക്കാവില്. അപ്പോൾ കൊടുങ്ങല്ലൂര് അമ്മയ്ക്ക് സങ്കല്പിച്ച് മൃഗബലി ആരെങ്കിലും നേർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ദേവസ്ഥാനം എന്ന് പറയുന്നത് പുലക്കാവില് തന്നെ ഈ ദേശഗുരുതിയോടനുബന്ധിച്ച് ആ കോഴിയെ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് തന്നെ കിട്ടും എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അപ്പോ ഇതുപോലെ ഭക്തർക്ക് കോഴീനെയും ആടിനെയും സമർപ്പിക്കാനുള്ള അവസരം ദേശഗുരുതി വരുന്നത് ഈ മാസം 29-ാം തീയതിയാണ് ദേശഗുരുതി. അന്ന് വൈകിട്ട് ശനിയാഴ്ച 6:30 തുടങ്ങും. മാർച്ച് 29 എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോളൂ. മാർച്ച് 29-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക്. ആ സമയത്ത് കണ്ടമാനം ആൾക്കാർ കോഴിയും ആടും വഴിപാടായിട്ട് മദ്യമൊക്കെ വഴിപാടായിട്ട് നമുക്ക് നീതിക്കാനുള്ളത് കൊണ്ടുവരും. അത് എല്ലാവർക്കും നേരിട്ട് കാണാവുന്ന ഒരു സമ്പ്രദായം കൂടിയാണ്. പിന്നെ വള്ളോൻ എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ് അടുത്തത്. അതെന്താണ് വള്ളോൻ എന്ന് പറയുന്നത്? അമ്മ ഇവിടെ ഇരുന്ന സമയത്ത്, നമ്മുടെ പൂർവികൻ ഇവിടെ വെച്ചിരുന്ന സമയത്ത് പൂർവികനെ വിളിച്ച വിളിയാണ് വള്ളോൻ. ആ വള്ളോൻ എന്നുള്ള നാമപ്പേരിലാണ് കോകിലകത്തിരിക്കുന്ന തീട്ടൂരത്തിലും ആ പേരാണ് വള്ളോൻ. ആ വള്ളോന്റെ സ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രേവതിൽ അന്ന് 11 മണിക്ക് പോയി തമ്പുരാനെ മുഖം കാണിക്കുക. പഞ്ചായത്ത് രാജാവാണെങ്കിൽ മുഖം കാണിക്കുക. മുഖം കാണിക്കാൻ നമ്മൾ പോകുമ്പോൾ ഒരു കൈ വെറ്റില, 10 പഴുക്കടക്ക, ഒരു കണ്ണി പുകല, 1001 പൊൻപണായിരുന്നു ആ കാലത്ത് കേട്ടത്. ഇന്ന് 1001 രൂപയാണ് തമ്പുരാനെ നമ്മൾ സമർപ്പിക്കുക. തമ്പുരാന്റെ പാദം തൊട്ട് നമസ്കരിക്കുമ്പോൾ പിറ്റേ ദിവസം വള്ളോന് കാവിലേക്ക് വാൾ കൊടുക്കാനുള്ള പട്ട്, തലപ്പാവ്, വാട് പരിച, രാജീയ മുദ്ര, പവിഴം പിടിപ്പിച്ച മാല തമ്പുരാൻ അനുമതി തരും. അതും ധരിച്ചുകൊണ്ടാണ് അശ്വതിരന്ന് രാവിലെ 8 മണിക്ക് വള്ളോൻ കാവിലേക്ക് എഴുന്നള്ളാന്ന് പറയും. നമ്മൾ അമ്പലത്തിൽ ചെന്ന് വടക്കേൻ്റെ കൂടെ ചെന്ന് ക്ഷേത്രത്തിൽ 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് അമ്മയെ വണങ്ങി അമ്മനെ പാൽക്കണ്ടിയിലേക്ക് ആവാഹിച്ച് നമ്മൾ തിരിച്ച് അവിടെ നിന്ന് കോമരങ്ങളാകുമ്പോഴോടുകൂടി കൊട്ടുവാദിത്തോടെ ഇങ്ങോട്ട് പോരും. അതിനെന്താ പറയുന്നത്? അതായത് ഒരു പ്ലാറ്റ്ഫോം പോലെ മുകളിൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഐതിഹ്യം പറയുന്നത് അശ്വതി നാളിലാണ് അമ്മ ദാരികനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നത്. അപ്പൊ ദാരികമായിട്ടുള്ള യുദ്ധത്തിൽ ഈ ദാരികൻ്റെതായുള്ള പടയാളികളും ദാരികനും വരുന്നത് നോക്കിയാണ് വള്ളോൻ ഇരിക്കുന്നത് എന്നാണ് പറയാ. അതായത് 1.5 പൊക്കത്തിലുള്ള തട്ടില് അമ്മയുടെ പടനായകൻ പോലെ അതായത് വാച്ച് ടവർ എന്ന് പറയാം. അതായത് ഇപ്പോ നമ്മള് കാണുന്ന പട്ടാളത്തിന്റെ വാച്ച് ടവർ പോലെ വള്ളോനൊരു വാച്ച് ടവർ എന്നുള്ളതാണ് നമ്മൾ പുലക്കാവില് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നിഗ്രഹിച്ച് കഴിയാണ്ട് ഇറങ്ങാൻ പാടില്ല. നമ്മൾ ആ കാലത്ത് 8 മണിക്ക് കയറി ഇരുന്നാൽ കാവ് തീണ്ടി നടടച്ചതിന് ശേഷം വള്ളാൻ അതൊന്നും ഇറങ്ങാൻ പാടുള്ളൂ. കുടുംബത്തിൽ ഒരു ആപത്ത് വന്നാലോ ഒരു മൃത്യു വന്നാലോ നമുക്ക് അതൊന്നും ഇറങ്ങാൻ പാടില്ല. ആ ഇരിപ്പാട്ടിരുന്നു. എല്ലാവരെയും നമ്മൾ ക്ഷണിക്കണം. ഈ വരുന്ന 29-ാം തീയതി മാർച്ച് 29 വൈകിട്ട് 6:30 പുലക്കാവിൽ നടക്കുന്ന ദേശഗുരുതിയിൽ എല്ലാവരും പങ്കെടുക്കുക. അതെ. പിന്നെ എന്താണ് ആ ഒരു ഭഗവതിയുടെ കാവൽക്കാരനായിട്ട് ഒരു ഏറുമാടം പോലെ മുകളിൽ പ്ലാറ്റ്ഫോം കെട്ടി അവിടെ ഇരിക്കുന്ന ആ ഒരു ഇതും എന്താണ് ആളെ ആ ഒരു സമയത്ത് സ്ഥാനത്തിരിക്കുന്ന ആളെന്നുള്ള രീതിയിൽ അനുഗ്രഹം വാങ്ങാനും എല്ലാവർക്കും അശ്വതി കാവതുണ്ടല്ലേ അന്ന് രാവിലെ ഒരു 10 മണി തൊട്ട് പുലക്കാവിൽ വന്നാല് അങ്ങനെയുള്ള ഒരു കാഴ്ചയും അങ്ങനെയുള്ള ഒരു ദർശനവും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അമ്മേ ശരണം ദേവി ശരണം കൃത്യമായിട്ട് ഓർത്തു വെക്കുക. ദേശഗുരുതി 29-ാം തീയതി മാർച്ചിലെ ശനിയാഴ്ച.